സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഓഡിറ്റോറിയത്തിന് മുന്നിലേക്ക് ഒരു സ്വിഫ്റ്റ് ഡിസയർ വന്നു നിന്നു. അതിൽ നിന്നും ദേവനും സിന്ധുവും മീനുവും വന്നിറങ്ങി. പുറകിൽ നിന്നും ഓരോ കാറിലായി ഓരോരുത്തരും വന്നിറങ്ങി. അപ്പോഴേക്കും ശ്രേയസും സുധിയും മറ്റുള്ളവരും ചേർന്ന് മാധവിൻ്റെ വീട്ടുകാരെ സ്വീകരിച്ചു. മാധവ് എവിടെ ദേവാ? അവൻ ഫ്രണ്ട്സിനൊപ്പം വരും. രാമചന്ദ്രൻ ചോദിച്ചതും ദേവൻ മറുപടി പറഞ്ഞു. അത് കേട്ടതും അയാളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരെയും സ്വീകരിച്ചിരുത്തി. അകത്തേക്ക് കയറുന്നതിനിടയിൽ മീനു ശ്രേയസിനെ ഒന്ന് നോക്കിയതും അവൻ അവൾക്ക് വിളറിയ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് നടന്നാകുന്നു. ശ്രേയസേട്ടാ! ഒന്നും മിണ്ടാതെ നടന്നാകില്ലെന്ന് ശ്രേയസിനെ നോക്കി മീനെ വിളിച്ചതും അവൻ വിളറിയ മുഖത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. എന്താ ഏട്ടാ കണ്ടിട്ട് മിണ്ടാതെ പോകുന്നത്? ഏയ് ഒന്നുമില്ലടോ, ഞാനിവിടെ തിരക്കായതുകൊണ്ട്. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചതും അവൻ പതർച്ചയോടെ പറഞ്ഞു. ഇനി നമ്മുടെ കാര്യം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ശ്രേയസേട്ടൻ അച്ഛനോട് പറയണം. മീന് സന്തോഷത്തോടെ പറയുന്ന കേട്ടതും ശ്രേയസ് എന്തു പറയണമെന്നറിയാതെ നിന്നു. എന്തിനാണ് ധൃതി? നമുക്ക് സമയമുണ്ടല്ലോ. താനിപ്പോൾ പഠിക്കുന്നതല്ലേ ഉള്ളൂ. തൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ? അവൻ ചെറിയ പതർച്ചയോടെ പറഞ്ഞതും അവൾ അവനെ രൂക്ഷമായി നോക്കി. ഏട്ടനല്ലേ പറഞ്ഞത് ശ്രേയ ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ വിവാഹം നടത്താമെന്ന്? എന്നിട്ടിപ്പോൾ വാക്ക് മാറ്റുന്നോ? അവൾ ദേഷ്യത്തോടെ ശബ്ദം കുറച്ച് പറഞ്ഞതും അവനുള്ള പിന്നിലേക്ക് നോക്കി. അവിടെ ഫ്രണ്ട് ഡോർ വഴി അകത്തേക്ക് നടന്നു വരുന്ന തൻ്റെ പ്രണയിനി മീരയെ കണ്ടതും അവൻ ഞെട്ടി വിറച്ചുപോയി. കല്യാണമൊക്കെ നമുക്ക് പെട്ടെന്ന് നടത്താം, താൻ പേടിക്കേണ്ട. ഇപ്പം താൻ പോയി ശ്രേയെ കാണാൻ നോക്ക്. അതും പറഞ്ഞുകൊണ്ട് അവൻ സൈഡ് ഡോർ വഴി പുറത്തേക്കിറങ്ങി. അവൻ പോകുന്നത് ഒരു സംശയത്തോടെ നോക്കിയ ശേഷം മീനു ശ്രേയെ കാണാനായി ഗ്രീൻ റൂമിലേക്ക് നടന്നു. ചേച്ചി! മീനു അകത്തേക്ക് കയറി ശ്രേയെ വിളിച്ചതും അവൾ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി. മീനു വാ. ശ്രേയ അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് ക്ഷണിച്ചു. ചേച്ചി ഇപ്പോൾ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. മനുവേട്ടൻ തൂക്കി എടുത്തുകൊണ്ട് പോകും. മീനു അവളെ ഒന്നാകെ ഒഴിഞ്ഞിട്ട് പറഞ്ഞതും അവളാകെ പൂത്തുലഞ്ഞു നിന്നു. മാധവ് എന്ത് ചെയ്യുവാ? ഫോട്ടോ എടുക്കുവാണോ? ശ്രേയ ചോദിച്ചു. ഏട്ടൻ വന്നിട്ടില്ല ചേച്ചി, ഫ്രണ്ട്സിൻ്റെ ഒപ്പം വരുമെന്ന് പറഞ്ഞിരുന്നു. മീനു പറഞ്ഞതും ശ്രേയയുടെ നെറ്റി ചൊളിഞ്ഞു. വന്നില്ലേ? മുഹൂർത്തമാകാറായല്ലോ. ദേവേട്ടനൊപ്പം പോയിരിക്കുക. ചേച്ചി വിഷമിക്കാതെ, കറക്റ്റ് സമയത്ത് ഏട്ടൻ ഇവിടെ ഉണ്ടാകും. ശ്രേയ സംശയത്തോടെ ചോദിച്ചതും മീനു മറുപടി പറഞ്ഞു. അതിനൊന്നും മൂളുമ്പോഴും ശ്രേയയുടെ മുഖം തെളിഞ്ഞിരുന്നില്ല. പ്രസാദും കുടുംബവും എത്തിയപ്പോഴേക്കും ഓഡിറ്റോറിയത്തിൽ ഒരുവിധം ആളുകളിലൊക്കെ എത്തിയിരുന്നു. അവരും അവിടെ ഓരോ കാര്യങ്ങൾ രാമചന്ദ്രനെ സഹായിക്കാൻ തുടങ്ങി. മാധവിനെ ചോദിക്കുന്നവരോടൊക്കെ ഫ്രണ്ട്സിനോടൊപ്പം ഉടനെ വരുമെന്ന് ദേവനും സിന്ധുവും പറഞ്ഞു. എങ്കിലും സമയം കഴിയും തോറും എല്ലാവരുടെ ഉള്ളിലും ടെൻഷനാവാൻ തുടങ്ങി. ദേവാ, മാധവ് എവിടെ? മുഹൂർത്തമാകാറായതും രാമചന്ദ്രൻ ദേവനോടായി ചോദിച്ചു. അത് അവൻ ഫ്രണ്ട്സിനൊപ്പം വരുമെന്നാണ് പറഞ്ഞത്. ദേവൻ ടെൻഷനോടെ പറഞ്ഞു. മുഹൂർത്തമാവാറായി, ഇനി എപ്പോഴാണ് അവൻ വരുന്നത്? താനൊന്ന് വിളിച്ചു നോക്ക്. അയാൾ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും ദേവൻ മീനുവിനെ ഒന്ന് നോക്കി. മീനു വേഗം തന്നെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന മാധവിൻ്റെ ഫോൺ എടുത്ത് രാവിലെ വന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു. എന്നാൽ അതിൽ നിന്നും സ്വിച്ച് ഓഫ് എന്ന മറുപടി കേട്ടതും അവൾ സംശയത്തോടെ നീട്ടിച്ചു വിളിച്ചു. എന്താ മോളെ? അത് അച്ഛാ, സ്വിച്ച് ഓഫാണ്. ദേവൻ പരിഭ്രമത്തോടെ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു. എന്താ ദേവ ഇതൊക്കെ? മുഹൂർത്തത്തിന് ഇനി അധികം സമയമില്ല. അവൻ ഞങ്ങളെ ചതിക്കുവാണോ? രാമചന്ദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു. അത് രാമ. ദേവൻ എന്തും മറുപടി പറയണമെന്ന് അറിയാതെ അവരുടെ മുന്നിൽ നിന്നു. അപ്പോഴേക്കും ചെക്കനെ കാണാനില്ല എന്ന വിവരം ഒരുവിധമുള്ള എല്ലാ ആൾക്കാരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. പലരും പല വഴിക്ക് തിരഞ്ഞിട്ടും അവൻ്റെ വിവരമൊന്നും തന്നെ ഇല്ലായിരുന്നു. ദേവിനെയും ഹരിയെയും ഒക്കെ മാറി മാറി വിളിച്ചിട്ടും അവരൊന്നും ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും തളർച്ചയോടെയിരുന്നു. ശ്രേയ ആകെ ഭ്രാന്തെടുത്ത അവസ്ഥയിലായി. മാധവിൽ നിന്നും ഇങ്ങനൊരു നീക്കം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അവിടെ നിന്നും കേട്ട വാർത്തയിൽ അവൾ ഫോൺ നിലത്തേക്ക് എറിഞ്ഞു. അവൾ അലർച്ചയോടെ അവിടെ വെച്ചിരുന്ന സാധനങ്ങൾ ഓരോന്നും തട്ടിയെറിഞ്ഞു. എന്നെ ചതിച്ചിട്ട് അവളോടൊപ്പം സുഖിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട മാധവ്. വീട്ടിൽ ഞാൻ നിന്നെ കൊല്ലും, ഞാൻ അവളെ. അവൾ അലർച്ചയുടെ പറഞ്ഞുകൊണ്ട് തലയിരുന്ന പൂ വലിച്ചു പറിച്ചു കളഞ്ഞു. എന്നിട്ട് ഭ്രാന്തെടുത്ത പോലെ അവിടെ ഇരുന്ന ഓരോ സാധനങ്ങളും നശിപ്പിച്ചു. അപ്പോഴേക്കും അവളുടെ അലർച്ച കേട്ട് എല്ലാവരും അകത്തേക്ക് കയറി വന്നിരുന്നു. ചേച്ചി! ശ്രുതി ഓടി വന്ന് അവളെ പിടിച്ചതും അവൾ ശ്രുതി തട്ടി മാറ്റിക്കൊണ്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു. നിന്റെ പെങ്ങൾ അവളെന്നെ തോൽപ്പിച്ചു. അവനാ മാധവ് അവളെയും കൊണ്ട് പോയി. വെറുതെ വിടില്ല, ഞാൻ ഒന്നിനെയും കൊല്ലും. എന്നെ ചതിച്ച എല്ലാത്തിനെയും ഞാൻ കൊല്ലും. അവൻ്റെ ഷട്ടിൽ പിടിച്ച് അലറിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ നിസ്സഹതയോടെ ശ്രുതിയെ നോക്കി. എന്നാൽ ശ്രുതി അവൻ്റെ നേരെ വെറുപ്പോടെ മുഖം തിരിച്ചു. വിഷ്ണുവിൽ നിന്നും പിന്മാറിക്കൊണ്ട് ശ്രേയ പുറത്തേക്ക് പായാൻ തുടങ്ങിയതും ശ്രേയസും ശ്രുതിയും ചേർന്ന് അവളെ പിടിച്ചു വെച്ചു. എന്നാൽ അവരെയും തട്ടി മാറ്റിക്കൊണ്ട് അവൾ അതിവേഗം പുറത്തേക്ക് പാഞ്ഞു.
ഇതേ സമയം അവിടേക്ക് ഒരു വൈറ്റ് കളർ ജീപ്പ് കോമ്പസ് വന്നു നിന്നു. അതിൽ നിന്നും ദേവും ഹരിയും വേറെ 2 പേരും കൂടി പുറത്തേക്കിറങ്ങി. അവർ നേരെ ഓഡിറ്റോറിയത്തിന് അകത്തേക്ക് കയറി. പുറത്തേക്ക് പാഞ്ഞു വന്ന ശ്രേയ ദേവിനെ കണ്ടതും അവളുടെ കണ്ണിൽ പകയാളി. അവൾ പാഞ്ഞു ചെന്ന് അവൻ്റെ കോളറിൽ കൊത്തിപ്പിടിച്ചു. എവിടെ അവൻ? എന്നെ ചതിച്ചിട്ട് പോയാ അവൻ എവിടെ? അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. കൊല്ലും ഞാൻ അവളെ. അവൻ്റെ മുന്നിലിട്ട് ഇഞ്ചിഞ്ചായി കൊല്ലും ഞാൻ അവളെ. അതാണ് ഞാൻ അവന് നൽകുന്ന ശിക്ഷ. അവൻ്റെ നേരെ അവൾ അലറിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ കൈ പിടിച്ച് മാറ്റി അവളുടെ കാരണം നോക്കിയൊന്നു കൊടുത്തു. അവളൊരു അലർച്ചയുടെ താഴേക്ക് വീണതും അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ മറുകാരണത്തും ഒന്ന് കൊടുത്തു. മോളെ, അനങ്ങി പോകരുത്, അവിടെ നിന്നോണം. മക്കളെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ ഇതുപോലെ വല്ലവരുടെയും ആടിക്കൊണ്ട് ചാവുന്നത് കണ്ടു നിന്നോണം. രാമചന്ദ്രൻ അവളുടെ അടുത്തേക്ക് വരാൻ തിരിഞ്ഞതും ദേവ് അലർച്ചയോടെ പറഞ്ഞു. അവൻ്റെ അലർച്ചയിൽ എല്ലാവരും പേടിയോടെ നിന്നതും ദേവ് ശ്രേയയുടെ നേരെ തിരിഞ്ഞു. നീ എന്താടി പറഞ്ഞത്? അവരെ കൊല്ലുമെന്നോ? നീ കൊല്ലാൻ വരുമ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കാൻ ഞങ്ങളൊക്കെ വെറും കരുതിയോടി. അവനുള്ള കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ വേദനയോടെ നീട്ടി ചൊളിച്ചു. പിന്നെ നീ എന്താ പറഞ്ഞത്? നിന്നെ ചതിച്ചെന്നോ? ആരെ അടി ചതിച്ചത്? മാധവും ദേവനന്ദയും തമ്മിലുള്ള പ്രണയം ഇവിടുത്തെ ഓരോ പുൽക്കൊടിക്ക് പോലും അറിയുന്നതാണ്. അവരുടെ ഇടയിൽ കയറി പ്രശ്നങ്ങളുണ്ടാക്കി അവരെ പിരിക്കാൻ നോക്കിയത് നീയല്ലടി. എന്നിട്ട് അവർ നിന്നെ ചതിച്ചെന്നോ? നാണമില്ലടി നിനക്ക് അങ്ങനെയൊക്കെ പറയാൻ തന്നെ. അവൻ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. നീയും നിന്റെ കൂട്ടാളികളും കൂടെ ചെയ്ത ഓരോ പ്രവർത്തികളും ഞങ്ങൾക്കറിയാമടി. അത് മറ്റുള്ളവരെ കൂടി അറിയിക്കാനടി ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത്. കാരണം എൻ്റെ മാധവും അവൻ്റെ പെണ്ണും ജീവിച്ചു തുടങ്ങുമ്പോൾ ആരും അവരെ ഒന്നിൻ്റെ പേരിലും കുറ്റപ്പെടുത്താൻ പാടില്ല. ദേവ് പറഞ്ഞു കഴിഞ്ഞതും അവൾ അവനെ സംശയത്തോടെ നോക്കി. അത് കണ്ടതും അവൻ അവളെ നോക്കി പൊച്ചത്തോടെ ചിരിച്ചുകൊണ്ട് ഹരിയെ കണ്ണു കാണിച്ചു. അപ്പോഴേക്കും ഹരി ഒരു പെൻഡ്രൈവ് കൊണ്ടുവന്ന വിവാഹ വീഡിയോ ലൈവായി ഇടുന്നവരുടെ അടുത്തേക്ക് ചെന്ന് അതിലേക്ക് കണക്ട് ചെയ്തു. ആ നിമിഷം സ്ക്രീനിൽ തെളിഞ്ഞ ദൃശ്യങ്ങൾ കണ്ടതും ശ്രേയയും കൂട്ടുകാരും ഞെട്ടിത്തരിച്ചു. അതിൽ ശ്രുതി ശ്രേയയുടെയും ശ്രുതിയുടെയും ഒത്താശയുടെ ദേവുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും മാധവിനെ സ്വന്തമാക്കാനായി വിഷ്ണുവിനെയും മീനുവിനെയും വെച്ച് പ്രണയ നാടകം കളിച്ചതും ഒടുവിൽ ദേവുവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രേയയും കൂട്ടുകാരും പ്ലാൻ ചെയ്തതടക്കം ഓരോന്നായി വീഡിയോ അടക്കം തെളിഞ്ഞു. അവിടെ നിന്നവർ ഓരോരുത്തരും ആ ദൃശ്യങ്ങൾ കണ്ടതും ഞെട്ടലോടെ അവരെ നോക്കി. പെട്ടെന്ന് പടക്കം പൊട്ടുന്നതുപോലെ ഒരു സൗണ്ട് കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി. അവിടെ കവളിൽ കൈവച്ചുകൊണ്ട് പേടിയോടെ നിൽക്കുന്ന ശ്രുതിയെ തറപ്പിച്ച് നോക്കി കൈ കുടയുന്ന വിഷ്ണുവിനെയാണ് എല്ലാവരും കണ്ടത്. എല്ലാവരും അവൻ്റെ അഭാവത്തിൽ അവർ പകച്ചു നിന്നു. കവളിൽ കൈവച്ച് തന്നെ പകച്ചു നോക്കുന്ന ശ്രുതിയുടെ മറുകാരണത്തും വിഷ്ണു ആഞ്ഞടിച്ചതും അവളൊരു അലർച്ചയുടെ നിലത്തേക്ക് വീണു. ആ സമയം അവൻ്റെ ഭാവം കണ്ട് അവിടെയുള്ളവരെല്ലാം സ്തംഭിച്ചു നിന്നു. കാരണം ദേഷ്യപ്പെടുമെങ്കിലും ഇത്രയും ഭയാനകമായ ഭാവത്തോടെ അവനെ ആരും കണ്ടിട്ടില്ല. എന്നാൽ ഇത് കണ്ടതും ദേവിന് പുച്ഛമാണ് തോന്നിയത്. ഒരിക്കൽ പോലും തൻ്റെ പെങ്ങളെ ഒന്ന് സ്നേഹത്തോടെ നോക്കാത്തവൻ, ഏതാപത്തിലും ചേർത്തി പിടിച്ച് ഞാൻ കൂടെയുണ്ടെന്ന് ഒരു വാക്ക് പോലും പറയാത്തവൻ, അവനാണ് ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത്. അത് കാണുമ്പോൾ പുച്ഛമല്ലാതെ മറ്റെന്ത് തോന്നാനാണ്? അവൻ മനസ്സിലോർത്തു. നീയൊക്കെ കൂടി ഞങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലേടി? അവൻ അവളുടെ നേരെ മുഖം അടുപ്പിച്ച് അലറിക്കൊണ്ട് പറഞ്ഞതും അവൾ പേടിയുടെ പിന്നിലേക്ക് നിറങ്ങി. പറയടി, എന്തിനു വേണ്ടിയടി നീയൊക്കെ കൂടി ഞങ്ങളെ ഇങ്ങനൊരു കോമാളി വേഷം കെട്ടിച്ചത്? അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ കരഞ്ഞുകൊണ്ട് എന്തോ പറയാൻ ശ്രമിച്ചു. അവൻ്റെ കൈകൾ അവളെ തലമുടിയിൽ ഒന്നുകൂടി മുറുകിയതും അവൾ വേദനയോടെ നിലവിളിക്കാൻ തുടങ്ങി. ഹേയ് വിഷ്ണു, എന്തേത്? അവളെ വിടാനാ പറഞ്ഞത്? മാറി നിൽക്കണം അങ്ങോട്ട്. ശ്രേയസ് അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞതും വിഷ്ണു അവനെ പിന്നിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അവൻ്റെ നേരെ അലറി. സ്വാർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളെ അവർ വെറും ഒരു കളിപ്പാവയാക്കുകയായിരുന്നു എന്ന അറിവ് അവനെ ഒരു ഭ്രാന്തനാക്കി മാറ്റിയിരുന്നു. ശ്രുതി പിന്നെ അന്നത്തെ അവൻ്റെ തല്ലി പേടിച്ച് അവൻ്റെ അടുത്തേക്ക് പോലും പോയില്ല. രാമചന്ദ്രനും ശ്രേയസുമൊക്കെ പേടിയോടെ നിൽക്കുകയായിരുന്നു. വിഷ്ണുവിൽ ഇങ്ങനെയൊരു മാറ്റം അവർ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. വിഷ്ണു പിന്നെയും ദേഷ്യത്തോടെ ശ്രുതിയെ മാറി മാറി അടിച്ചു. അവൻ്റെ തലയിൽ അവൾ തളർന്നു തുടങ്ങിയിരുന്നു. എന്നിട്ടും കലിയടങ്ങാതെ അവളെ കഴുത്തിൽ കുത്തിപ്പിടിച്ചതും ദേവനും പ്രസാദും കൂടെ വന്ന് അവനെ പിടിച്ചു മാറ്റി. ഇല്ലെങ്കിൽ അവൻ അവളുടെ മരണം കണ്ടേ നിർത്തുകയുള്ളൂ എന്നവർക്ക് മനസ്സിലായി. രാമചന്ദ്രന് അവൻ്റെ പ്രവൃത്തിയെ തടയാൻ കഴിയാതെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എന്നെ വിടാനാ പറഞ്ഞത്? പ്രസാദിൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൻ വീണ്ടും ശ്രുതിയുടെ അടുത്തേക്ക് പാഞ്ഞതും അവൾ അവനെ നേരെ കൈകൂപ്പി യാചിച്ചു. ഇനി എന്നെ തല്ലല്ലേ വിഷ്ണു, എല്ലാം ഞാൻ ചേച്ചി പറഞ്ഞിട്ടാണ് ചെയ്തത്. ചേച്ചിക്ക് മാധവേട്ടനെ സ്വന്തമാക്കാൻ വേണ്ടി, അതിനേക്കാൾ ഉപരി ദേവുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതാ ഇതൊക്കെ. വിഷ്ണുവിനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലും, മീനുവിനെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ശ്രീയസേട്ടൻ്റെ മനസ്സിലും ഒരിക്കലും നിങ്ങളോട് പ്രണയമില്ലായിരുന്നു. എല്ലാം അഭിനയം മാത്രമായിരുന്നു.
ശ്രുതി അതും പറഞ്ഞതും ദേവിൻ്റെയും ഹരിയുടെയും മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. മീനു നിറകണ്ണുകളോടെ ശ്രേയസിനെ നോക്കി. അവളുടെ നോട്ടത്തെ താങ്ങാനാവാതെ ശ്രേയസ് മുഖം തിരിച്ചതും തന്നെ കത്തുന്ന കണ്ണുകളോടെ നോക്കുന്ന മീരയെ കണ്ട് തറഞ്ഞു നിന്നു. അവളുടെ കണ്ണിലെ തീഷ്ണതയിൽ താൻ ദഹിച്ചു പോകുന്നത് പോലെ അവന് തോന്നി. അവളെ നോക്കാനാവാതെ അവൻ മുഖം കുനിച്ചു നിന്നു. ദേവനും പ്രസാദും തറഞ്ഞു നിന്നു. ഇത്രയും ദുഷ്ടക്കൂട്ടങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങളുടെ മക്കളുടെ സന്തോഷം തകർക്കാൻ നോക്കിയതെന്ന് ആലോചിക്കും തോറും അവരെ കുറ്റബോധം പിടിമുറുക്കാൻ തുടങ്ങി. അവർ ദയനീയത്തോടെ പരസ്പരം നോക്കി. ശ്രുതിയുടെ വാക്കുകൾ കേട്ട് അവിടെ നിന്ന് ഓരോരുത്തരും അവരെ അഗ്നിയോട് നോക്കി. വിഷ്ണുവിന് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ വീണ്ടും ശ്രുതിയുടെ മുടിക്കുത്തിൽ പിടിച്ചു ഉയർത്തിയതും ശ്രേയ ഓടി വന്ന് അവനെ തള്ളി മാറ്റി. തൊട്ടു പോകരുത് അവളെ, അവൾ അവൻ്റെ നേരെ ചീറിക്കൊണ്ട് ചെന്നു. ഇവൾ പറഞ്ഞതൊക്കെ സത്യമാ, ഞാൻ പറഞ്ഞിട്ടാ ഇവളിതൊക്കെ ചെയ്തത്. ലക്ഷ്യം ഒന്നു മാത്രം, മാധവനെ സ്വന്തമാക്കി അതിലൂടെ നിന്റെ പെങ്ങൾ ദേവനന്ദയെ തോൽപ്പിക്കുക. എന്നും അവളോട് എനിക്ക് ദേഷ്യവും അസൂയയും പകയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ തവണയും എനിക്ക് മുന്നിൽ അവൾ ജയിച്ചു നിൽക്കുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. മാധവിനെ ഞാൻ സ്വന്തമാക്കിയാൽ അതവളുടെ മേലുള്ള എൻ്റെ ഏറ്റവും വലിയ വിജയമായിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിലൂടെ അവളെ തകർക്കാനും എനിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വേണ്ടി നിനക്കും മീനുവിനും ഇടയിൽ ഇവർ ഇങ്ങനെ ഒരു പ്രണയ നാടകം ആടിയത്. അതിലൊരു പരിധി വരെ നിങ്ങൾ വിജയിച്ചു എന്ന് കരുതിയതാ. അപ്പോഴാ അവനാ മാധവ് അവളെ ഗുരുവായൂരിൽ വെച്ച് വിവാഹം ചെയ്തത്. അവിടെ ഞാൻ പിന്നെയും തോറ്റു. അവളുടെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് ഇരു വീട്ടുകാരും കേട്ടത്. മാധവ് ദേവുവിനെ വിവാഹം കഴിച്ചിരുന്നു എന്നത് അവർക്കൊരു പുതിയ അറിവായിരുന്നു. പിന്നെ എങ്ങനെയും മാധവിനെ ഈ വിവാഹ മണ്ഡപത്തിൽ എത്തിക്കണമായിരുന്നു. അതിനുവേണ്ടി ഒത്തിരി കളി കളിച്ചു. ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, എന്നെ ചതിച്ചുകൊണ്ട് അവൻ അവളെയും കൊണ്ട് പോയിരിക്കുന്നു. ഇല്ല, വെറുതെ വീട്ടില്ല ഞാൻ. എന്നെ തോൽപ്പിച്ചിട്ട് അവനെയും അവളെയും ഒരുമിച്ച് ജീവിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. കൊല്ലും ഞാൻ, രണ്ടിനെയും ഇഞ്ചിഞ്ചായി കൊല്ലും. വല്ലാത്ത ഭാവത്തോടെ അവൾ പറഞ്ഞു കഴിഞ്ഞതും അവളുടെ കർണത്ത് ശക്തമായ കൈത്തലം പതിഞ്ഞു. അവൾ ഞെട്ടരുടെ മുഖമുയർത്തി നോക്കിയതും അവൾ പകച്ചുപോയി. അച്ഛൻ. അവളുടെ മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന രാമചന്ദ്രനെ അവൾ വിറയിലൂടെ നോക്കി നിന്നു. ഇത്രയും നാൾ നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും നടത്തിത്തന്ന പൊന്നുപോലും നോക്കിയതിനുള്ള ശിക്ഷയാണ് അല്ലടി നീയൊക്കെ കൂടി ഇപ്പം ഞങ്ങൾക്ക് തന്നത്. അച്ഛാ, വിളിക്കരുത് നീ അങ്ങനെ. മാധവിനെ വേണമെന്ന് നീ വാശി പിടിച്ചപ്പോൾ അത് നിനക്ക് അവനുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ഞങ്ങൾ കരുതി. പക്ഷെ ആ പാവം പെൺകുട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നീയൊക്കെ ഇങ്ങനെ ചെയ്തെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു. ഒരു അച്ഛനെന്ന നിലയിൽ ഞാനൊരു പരാജയമാണെന്ന് എൻ്റെ മക്കൾ എനിക്ക് കാണിച്ചു തന്നു. അയാൾ ആദ്യം ദേഷ്യത്തോടെയും ഒടുവിൽ ഇടർച്ചയോടെയും പറഞ്ഞു നിർത്തി. അയാളുടെ വാക്കുകളിൽ അവർ 3 പേരും തറഞ്ഞു നിന്നു. ശ്രേയ ആകെ തളർന്നു. എന്തു വന്നാലും തൻ്റെ അച്ഛൻ കൂടെ ഉണ്ടാകും എന്നവൾ കരുതിയിരുന്നു. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. അവൾ തലകുനിച്ചു നിന്നു. ഒരു പെൺകുട്ടി പ്രണയ നാടകം കളിച്ച് ചതിച്ചപ്പോൾ നിനക്ക് 2 സഹോദരിമാരുണ്ടെന്ന കാര്യം നീ സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞു അല്ലേ ശ്രേയസ്? അയാൾ ശ്രേയസിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞതും അവരെന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു നിന്നു. അവൻ്റെ കണ്ണുകൾ മീനുവിനെ നേരെ നീണ്ടതും അവൾ അവനെ വേർപാട് നോക്കി മുഖം തിരിച്ചു. അവൻ്റെ കണ്ണുകൾ അവിടെ മീരയെ തിരിഞ്ഞെങ്കിലും അവിടെയൊന്നും അവന് അവളെ കാണാൻ സാധിച്ചിരുന്നില്ല. തൻ്റെ പ്രണയവും തന്നിൽ നിന്നും അകന്നെന്ന് അവൻ വേദനയോടെ മനസ്സിലാക്കി. മതി, എല്ലാം ഇവിടം കൊണ്ട് നിർത്തിക്കോ. മക്കളെ ഒരുപാട് സ്നേഹിച്ചതിനുള്ള ശിക്ഷ നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞു. ഇത്രയും ആളുകളുടെ മുന്നിൽ അപമാനിതനായി തലകൊനിച്ച് നിൽക്കാനുള്ള ഈ സാഹചര്യം എൻ്റെ മകൾ എനിക്കുണ്ടാക്കി തന്നല്ലോ. അയാൾ അതും പറഞ്ഞിട്ട് നിറഞ്ഞു നിൽക്കുന്ന മിഴികൾ തുടച്ചു. ശേഷം പ്രസാദിൻ്റെയും ദേവൻ്റെയും അരികിലേക്ക് ചെന്ന് അവരുടെ കരം കവർന്നു. എന്നോട് ക്ഷമിക്കണം. മാധവിനെ ഇഷ്ടമാണെന്ന് ശ്രേയ പറഞ്ഞപ്പോൾ അത് അവനോടുള്ള ആത്മാർത്ഥ പ്രണയമാണെന്ന് ഞാൻ കരുതി. അവനില്ലെങ്കിൽ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വാർത്ഥനായ ഒരു അച്ഛനായിപ്പോയി. അവിടെ മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണീർ കാണാൻ ശ്രമിച്ചില്ല. എല്ലാത്തിനും മാപ്പ്. എൻ്റെ മക്കൾ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അയാൾ മാപ്പ് ചോദിച്ചതും പ്രസാദ് രാമചന്ദ്രനെയും മുറുക്കെ പിടിച്ചു. താൻ മാപ്പ് ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ലടൂ. തന്നെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തത് ഞങ്ങളാണ്. പ്രസാദ് രാമചന്ദ്രനോടായി പറഞ്ഞതും ദേവനും അയാളുടെ കരം കവർന്നു. അതെ, പണത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും പുറകെ പോയപ്പോൾ മക്കളുടെ മനസ്സ് കാണാൻ ഞങ്ങൾ ശ്രമിച്ചില്ല. താൻ തൻ്റെ മക്കളുടെ സന്തോഷമെങ്കിലും നോക്കിയില്ലേ? ഞങ്ങളോ അവരുടെ സന്തോഷം എന്നേക്കുമായി തല്ലിക്കൊഴിക്കാൻ ശ്രമിച്ചു. ഒരിക്കലും മാപ്പർഹിക്കാതെ തെറ്റ് ചെയ്ത ഞങ്ങളാണടൂ. അതുകൊണ്ട് താൻ ഞങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കണ്ട. ദേവൻ പ്രസാദ് പറഞ്ഞതിനെ യോജിച്ചുകൊണ്ട് പറഞ്ഞതും രാമചന്ദ്രൻ അയാളെ നോക്കി ഒരു വാടി പുഞ്ചിരി നൽകി. ശേഷം തിരികെ നടന്നു. ശ്രേയയുടെ കൈ പിടിച്ചു. നിന്റെ ഇതുവരെയുള്ള തോന്നിവാസങ്ങൾക്കെല്ലാം ഞാൻ കൂട്ടുനിന്നു. പണത്തിൻ്റെ അഹങ്കാരത്തിൽ നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു.
പലരുടെയും കണ്ണുനീർ വീഴ്ത്തി. ഇനി അത് വേണ്ട. ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കും. വാ ഇവിടെ. അയാൾ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അപമാനഭാരത്താൽ ആരെയും നോക്കാനാകാതെ മുഖം കുനിച്ചുകൊണ്ട് ശ്രേയ അയാളുടെ പിന്നാലെ നടന്നു. എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ശോഭയും ശ്രേയസ്സും ശ്രുതിയെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ കണ്ണുകൾ മീനുവിൻ്റെ കണ്ണുകളുമായി ഉടക്കിയതും അവളുടെ കണ്ണിലെ അഗ്നിയിൽ പതറി അവൻ നോട്ടം മാറ്റി. അവർ പോയി കഴിഞ്ഞതും ദേവിൻ്റെ ഹരിയുടെയും അടുത്തേക്ക് ചെന്നു. ഞങ്ങൾ ചെയ്തൊക്കെയും മാപ്പർഹിക്കാത്ത തെറ്റാണ്. ജീവിതത്തിൽ പണമാണ് വലുതെന്ന് കരുതി. ദേവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും അവൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അത് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. രാമചന്ദ്രൻ്റെ മകളുമായി അവൻ്റെ സമ്മതം പോലും വാങ്ങാതെ വിവാഹം ഉറപ്പിക്കുമ്പോൾ ഞാൻ അവൻ്റെ മനസ്സ് കാണാൻ ശ്രമിച്ചില്ല. വിവാഹത്തിലൂടെ അവന് ലഭിക്കുന്ന സൗഭാഗ്യം മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അതിനുള്ള ശിക്ഷ എനിക്ക് ലഭിച്ചു. കഴിയുമെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കാൻ അവനോട് പറയണം. അതും പറഞ്ഞുകൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സിന്ധുവിനെയും മീനുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവർക്ക് പിന്നാലെ തന്നെ ദേവിനെയും ഹരിയെയും ഒന്ന് നോക്കിക്കൊണ്ട് പ്രസാദും കുടുംബവും പോയി. അപ്പോഴേക്കും ആളുകളൊക്കെയും ഒരുവിധം ഒഴിഞ്ഞിരുന്നു. എല്ലാവരും ആ ഹാൾ വിട്ടു പോയതും ദേവ് പോക്കറ്റിൽ നിന്നും വീഡിയോ കോളിൽ ഇട്ടുവെച്ചിരുന്ന ഫോൺ കയ്യിലേക്കെടുത്ത് അതിലെല്ലാം ലൈവായി കണ്ടുകൊണ്ടിരുന്ന മാധവിനെയും ദേവുവിനെയും നോക്കി ചിരിച്ചു. എങ്ങനെയുണ്ട്? നിങ്ങൾ പെട്ടെന്നിങ്ങ് പോരെ? അവരെ നോക്കി ദേവ് ചോദിച്ചതും മാധവ് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവരോട് പറഞ്ഞു. അതിന് ഒന്ന് മൂളിക്കണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. ശേഷം ഹരിയെയും മറ്റുള്ളവരെയും നോക്കിക്കണ്ട് പുറത്തേക്ക് നടന്നു. അവന് പിന്നാലെ മറ്റുള്ളവരും പോയി.